നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രിന്റിംഗ് പ്രസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ രാധാകൃഷ്ണൻ MP. ആധുനിക കാലത്ത് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പ്രത്യേക സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നും MP. പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് കെട്ടിടം നവീകരിച്ചു. ഇടതുപക്ഷത്തിനെതിരായ വലതുപക്ഷ കടന്നാക്രമണത്തെ CPM നേരിടുമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ജയപരാജയങ്ങൾ സമചിത്തതയോടെ നേരിടുന്ന ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിച്ച് തിരിച്ചുവരും. പട്ടാമ്പിയിൽ N. ഉണ്ണികൃഷ്ണൻ അനുസ്മരണം. പാലക്കാട്ടും തൊഴിലാളികൾ N. ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ചു. കോങ്ങാട് പഞ്ചായത്തിൽ വികസനമുരടിപ്പെന്ന് കോൺഗ്രസ്. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഏകദിന ഉപവാസവും. തൃശൂർ പുതുക്കാട് മേഖലയിൽ മിന്നൽ ചുഴലി. മരങ്ങൾ കടപുഴകി വീണ 4 വീടുകൾ തകർന്നു. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത് പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിൽ. ഒറ്റപ്പാലത്തെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ സാന്ത്വന സഹായ വിതരണവും സാന്ത്വന കൂട്ടായ്മയും. അന്തരിച്ച കളർ ഹട്ട് ഉടമ അജയകുമാറിന്റെ കുടുംബത്തിന് സാന്ത്വന സഹായം കൈമാറി. ഷൊർണൂരിൽ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ. പാലക്കാട്ട് ബുദ്ധിപരിമിതരുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ ജില്ലാ വാർഷിക പൊതുയോഗവും സെമിനാറും. അർജുനു വേണ്ടി പ്രാർത്ഥനയോടെ നാട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പൊരിവെയിലിൽ മുട്ടിലിരുന്ന് സമരവുമായി ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സമരം തൃശൂർ കോർപ്പറേഷന് മുന്നിൽ. വാർത്തകൾ വിശദമായി. പ്രിന്റിംഗ് പ്രസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ രാധാകൃഷ്ണൻ MP. പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പ്രിന്റിംഗ് പ്രസ് മേഖല വലിയ പ്രതിസന്ധിയിലാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും MP പറഞ്ഞു. അങ്ങനെ സ്വന്തം കാലിൽ എല്ലാവരും നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നല്ലപോലെ വളർന്നു കഴിയും. എല്ലാ മനുഷ്യരും സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുക, എല്ലാ സ്ഥാപനങ്ങളും സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുക എന്നുള്ള സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യം. ഈ പ്രിന്റിംഗ് പ്രസിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തെ നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പൊന്നുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. റൈസ് പാർക്ക് ചെയർമാൻ CK രാജേന്ദ്രൻ മുൻ സാരഥികളെ ആദരിച്ചു. ജോയിന്റ് രജിസ്ട്രാർ P. ഉദയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ AV ധനുഷ, പാലക്കാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ TK നൌഷാദ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് C. ബാലൻ, A. രാമദാസ്, N. രാജേഷ്, C. കൃഷ്ണകുമാർ, D. ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുതുക്കാട് മേഖലയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശനഷ്ടം. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലാണ് ചുഴലിക്കാറ്റുണ്ടായത്. മിന്നൽ ചുഴലിയിൽ 4 വീടുകൾക്ക് മുകളിലും 1 കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. SN പുരം സ്വദേശികളായ പോൾ അമ്മിണി, മനോജ്, നന്ദിപുലം സ്വദേശി അശോകൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. കോട്ടായിയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ താമസിക്കുന്ന ഓടന്നൂർ വലിയ പറമ്പിൽ അബ്ദുവിന്റെ 35 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് തകർന്നത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി അബ്ദുൾ റസാഖ് പറഞ്ഞു. അബ്ദുൾ റസാഖിന്റെ വീടിന് 35 വർഷത്തോളം പഴക്കമുണ്ട്. വന്ന മഴയില് കുറച്ച് വീണു ഒരു ചുമര്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി താമസം ഇവിടുന്ന് മാറി. പിന്നെ വീട് അധികം പഴക്കമൊന്നുമില്ല, ഒരു 10-30 വർഷത്തെ പഴക്കമുള്ളൂ. പിന്നെ ഓരോ ഭാഗങ്ങളും വീണെന്നുള്ളപ്പോൾ ഞങ്ങളിപ്പോൾ മാറി താമസം മാറ്റി. വീടിന്റെ അടിത്തറ വിണ്ടുകീറിയാണ് വീടൊന്നാകെ തകർന്നു വീണത്. പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച് പുതിയ വീടിനായി കാത്തിരിക്കുകയാണെന്നും അബ്ദുൾ റസാഖ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി പൊരിവെയിലിൽ മുട്ടിലിരുന്ന സമരവുമായി ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. തൃശൂർ കോർപ്പറേഷനു മുന്നിൽ സേവ് അർജുൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം. ജോലിക്കിടയിൽ ദുരന്തത്തിൽപ്പെട്ട അർജുനെ എത്രയും വേഗം കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് വികസന മുരടിപ്പാണെന്നാരോപിച്ച് കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ഏകദിന ഉപവാസവും നടത്തി. പ്രതിഷേധ പരിപാടി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കോങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ TV രാമദാസ് അധ്യക്ഷനായി. DCC അംഗങ്ങളായ CN ശിവദാസൻ, P. സ്വാമിനാഥൻ, TU മുരളീകൃഷ്ണൻ, അരുൺകുമാർ പാലക്കുറിശി, UJ ഹരിഗോവിന്ദൻ, TC സന്തോഷ്, PA കൃഷ്ണൻകുട്ടി, CO സദാനന്ദൻ, ശോഭ വാസുദേവൻ, KS സുന്ദരേശൻ, CA കൃഷ്ണകുമാർ, MC പൊന്നുകുട്ടൻ, പാറക്കോട് ഉണ്ണികൃഷ്ണൻ, KA ആദംഖാൻ, KA ബാലകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, CY നസീർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. CN ശിവദാസൻ സമരഭടന്മാർക്ക് നാരങ്ങനീര് നൽകിയതോടെയാണ് ഏകദിന ഉപവാസത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി സാന്ത്വന സഹായ വിതരണവും സാന്ത്വന കൂട്ടായ്മയും നടത്തി. അന്തരിച്ച ഷൊർണൂർ കളർ ഹട്ട് ഉടമ RB അജയ്കുമാറിന്റെ മക്കളായ അർജുൻ V. അജയ്, ഗോപികൃഷ്ണൻ എന്നിവർക്ക് സാന്ത്വന സഹായമായ 9,07,100 രൂപയുടെ ചെക്ക് K. പ്രേംകുമാർ MLA കൈമാറി. സാന്ത്വന കൂട്ടായ്മ ഉദ്ഘാടനവും K. പ്രേംകുമാർ MLA നിർവഹിച്ചു. അവർക്ക് ആത്മവിശ്വാസം നൽകാൻ, അവരെയും ഈ സമൂഹത്തിൽ തുടർന്നും ജീവിക്കാൻ അവർക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകാനുള്ള ഏറ്റവും നല്ല ഒരു ഇടപെടലായിട്ടാണ് ഈ സാന്ത്വന പരിപാടിയെ കാണുന്നത്. അതിന് ആ പരിപാടിയുമായി സഹകരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയുമാണ്. അത്തരത്തിലുള്ള നല്ല മൂല്യങ്ങൾ കൈവിടാതെ സൂക്ഷിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവരോട്, അതുപോലെ തന്നെ കഷ്ടതകൾ നേരിടുന്നവരോട് അനുകമ്പയുള്ള, അനുഭാവമുള്ള മനുഷ്യരായി മാറാൻ, മനുഷ്യൻ എന്നത് മനുഷ്യത്വമുള്ളവൻ എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥമെന്ന് മനസ്സിലാക്കി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. പ്രകാശ് സൂര്യ, KK സന്തോഷ്, ഉണ്ണി ഡിസയർ, ബാബു അലിയാസ്, M. മണികണ്ഠൻ, M. സുകുമാരൻ, K. ലത്തീഫ്, രാജേഷ് കല, മാധവൻ കൂനത്തറ, K. അനിത, K. നവീൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദിവസങ്ങൾക്ക് മുമ്പ് പയങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയെന്ന് കരുതുന്ന പണം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നാണയത്തുട്ടുകളടങ്ങിയ സഞ്ചിയാണ് ഞായറാഴ്ച രാവിലെയോടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും കണ്ടെടുത്തത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. തന്റെ സ്ഥലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ സഞ്ചി കിടക്കുന്നത് കണ്ട് സ്ഥലമുടമ തുറന്നു നോക്കിയപ്പോഴാണ് പണമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെയും ചെറുതുരുത്തി പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടന്നത്. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭാരവാഹികളാണ് കളവ് പോയ വിവരം അറിയുന്നത്. ഏകദേശം 10,000 രൂപയോളം നഷ്ടപ്പെട്ടിരിക്കാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ നോട്ടുകളൊന്നും കണ്ടെത്താനായില്ലെന്നും ഏകദേശം 750 രൂപയുടെ ചില്ലറ മാത്രമേ സഞ്ചിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഭാരവാഹിയായ രാമചന്ദ്രൻ പറഞ്ഞു. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ഷൊർണൂർ മേഖലാ കൺവെൻഷൻ KVR ഹൈസ്കൂളിൽ നടന്നു. ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പല കുട്ടികളെ എടുത്ത് പരിശോധിക്കുമ്പോഴും അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയോ കുട്ടികൾ സ്വയം അവർക്ക് വേണ്ട വരുമാന മാർഗം കണ്ടെത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷൊർണൂരിൽ തന്നെയുള്ള ഒരു ഷിറാഫുദ്ദീൻ, അവരെ ഒരു അപകടത്തെ സംബന്ധിച്ചാണ് അവർക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത്. കൺവെൻഷണൽ
DAWF മേഖലാ പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റജി ജോസഫ്, ജില്ലാ പ്രസിഡന്റ് A. അബ്ദുൽ കരീം, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, DAWF ഏരിയ സെക്രട്ടറി മോഹനദാസൻ, പ്രസിഡന്റ് T. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ PM ഹരിദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി സ്വാഗതവും K. സുകുമാരൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി P. ശ്രീജ പ്രസിഡന്റ്, രശ്മി മധു, സുഹറ റഷീദ് വൈസ് പ്രസിഡന്റുമാർ, K. കൃഷ്ണൻകുട്ടി സെക്രട്ടറി, M. അബ്ദുൽ ജബ്ബാർ, VK സുകുമാരൻ ജോയിന്റ് സെക്രട്ടറി, M. ഹരിദാസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബുദ്ധിപരിമിതരുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ ജില്ലാ വാർഷിക പൊതുയോഗം പാലക്കാട്ട് നടന്നു. ബോധവൽക്കരണ സെമിനാറും ഇതോടനുബന്ധിച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വിശ്വനാഥ ഏട്ടനാണെങ്കിലും മേജർ സ്ഥലങ്ങളുള്ള സാറാണെങ്കിലും അവർ രണ്ടുപേരും ഏറ്റവും നന്നായി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ജനകീയമാക്കാനുള്ള ഇടപെടൽ ശക്തമായി നടപ്പിലാക്കുന്ന ആളുകളാണ്. അവർ നിത്യേന എന്നോണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ മെച്ചപ്പെടലിന് വേണ്ടി അവർക്ക് ഏതർത്ഥത്തിലാണോ മുന്നോട്ട് പോകാൻ സാധിക്കുക, അതിനെന്ത് സഹായമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളായി എന്നും എത്താറുണ്ട്. അവിടെ മാത്രമല്ല, ഇനിയിപ്പോൾ പരിവാറിന്റെ ശക്തമായ ഇടപെടലിലൂടെ മസ്തിഷ്ക ഭിന്നശേഷി വ്യക്തികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസകിരണം, നിരാമയ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും ഇവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് വിതരണത്തിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഏകീകൃത സ്വഭാവമില്ലാത്തതും ഭൗതിക ഭിന്നശേഷി വ്യക്തികളുടെ കുടുംബം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഇവർക്ക് നിയമാനുസരണം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്നും എങ്ങനെ ലഭ്യമാക്കാം എന്നതിനെക്കുറിച്ചുമാണ് സെമിനാർ ചർച്ച ചെയ്തത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PR ശ്രീരാം അധ്യക്ഷത വഹിച്ചു. പരിവാർ പ്രസിഡന്റ് P. രമണൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഷഹബാസ്, P. വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് KPMTA പാലക്കാട് ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം വ്യാപാരി ഹാളിൽ നടന്ന ജില്ലാ കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെരീഫ് പാലോളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഈ കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി അവരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ, അവരുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും ഈ സമരരംഗത്തായിരുന്നു. കേരളത്തിലെ പല പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇവിടെ പരമാവധി വനിതാ സുഹൃത്തുക്കളാണ്. നമ്മുടെ കേരളത്തിലെ KPMTക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കമ്മിറ്റികളുടെ ഭാരവാഹികളും പല ജില്ലകളിലും വനിതകളാണ്. പക്ഷെ അവരാണ് അവരുടെ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആളുകൾ കൊണ്ടുവരുന്നത്, കോഴിക്കോട്ടേക്ക് ആളുകൾ കൊണ്ടുവരുന്നത്, നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരമാവധി അഡ്രസ് ചെയ്യുന്നത്. ചടങ്ങിൽ S. കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൗൺസിൽ അംഗം KN ഗിരീഷ് ID കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻ മണ്ണാർക്കാട്, V. ഷിബു, വിജീഷ്, ഹസീന, ജെസ്സി ജോസ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ഹസീന പ്രസിഡന്റ്, മൊയ്തീൻ മണ്ണാർക്കാട് സെക്രട്ടറി, ജെസ്സി ജോസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം പൂർണ്ണതോതിൽ നടപ്പാക്കുമ്പോൾ നിലവിൽ സ്വകാര്യ മേഖലയിൽ പഠിച്ച് പരീക്ഷ പാസ്സായി വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്ന മുഴുവൻ അംഗങ്ങളുടെയും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് സംഘടന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇടതുപക്ഷത്തെ ബോധപൂർവം കടന്നാക്രമിക്കാനുള്ള വലതുപക്ഷ ശ്രമത്തെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്നും വിജയപരാജയങ്ങൾ സമചിത്തതയോടെ നേരിട്ടുള്ള ഇടതുപക്ഷം ആത്മവിമർശനത്തോടെ കരുത്താർജിച്ച് തിരിച്ചുവരുമെന്നും CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. CPM നേതാവായ N. ഉണ്ണികൃഷ്ണന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ യോഗം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ജീവിത ക്ലേശങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ടാവും, പല വിഷമതകളുണ്ടാവും. അപ്പോഴെല്ലാം ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിതമാണ് എൻ്റെ ജീവിതം എന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കലാണ്. അങ്ങനെ പ്രവർത്തിക്കുക, അതിൽ തന്നെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുക. ഇപ്പോൾ ഉണ്ണീഷ് നമ്മളെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിലും ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യമാണ്. ചില ആൾക്കാർ കുറച്ച് പ്രവർത്തിച്ചാൽ ഒരു മടുപ്പുണ്ടാവും. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന N. ഉണ്ണികൃഷ്ണന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ യോഗത്തിൽ
CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MM നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ TK നാരായണദാസ്, S അജയകുമാർ, NP വിനയകുമാർ, സുബൈദ ഇസഹാഖ്, AV സുരേഷ്, O ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ട്രേഡ് യൂണിയൻ പ്രവർത്തനം തൊഴിലാളി ക്ഷേമം ലക്ഷ്യം വെച്ചാകണമെന്നായിരുന്നു N ഉണ്ണികൃഷ്ണന്റെ നിലപാടെന്ന് K ബാബു MLA. കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട്ട് നടത്തിയ N ഉണ്ണികൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു N ഉണ്ണികൃഷ്ണൻ. ഓട്ടോ ടാക്സി രംഗത്ത്, ലൈറ്റ് മോട്ടോർ വാഹന രംഗത്ത് ദേശീയ തലം വരെ ഉയർന്നു പ്രവർത്തിച്ച നമുക്കെല്ലാവർക്കും ഈ രംഗത്തിന്റെ ആദ്യ പാഠം പഠിപ്പിച്ച, നമുക്ക് ഒപ്പം നിന്ന് പ്രവർത്തിച്ച, ദീർഘകാലം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഉന്നേറ്റന്റെ വേർപാടിന്റെ ഒരു വർഷമാണ് ഇന്ന്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു N ഉണ്ണികൃഷ്ണനെന്നും K ബാബു MLA അനുസ്മരിച്ചു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം TP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, ജെയ്സൺ പള്ളായി, ഷംസുദ്ദീൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ, ജില്ലാ കമ്മിറ്റി അംഗം ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കർഷക സംഘം മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി മുരളി ഉദ്ഘാടനം ചെയ്തു. എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നത്. അതിനെ നമ്മൾ അതിജീവിച്ചു. അത് കഴിഞ്ഞു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു. 100ഓളം സീറ്റുകളിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 27,623 യൂണിറ്റുകളാണ് കേരളത്തിൽ കർഷക സംഘത്തിലുള്ളത്. കർഷക സംഘം മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷനിൽ AVM റസാഖ് അധ്യക്ഷനായി. TR ശശി, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, AA ഷിഹാബ്, TS രമേശ്, മുരളി മങ്കര, MC വിശ്വം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KATF കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പാലക്കാട് റവന്യൂ ജില്ലയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ അലിഫ് അറബി ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവും നടത്തി. MT സൈനുൽ ആബുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പാലക്കാട് റവന്യൂ ജില്ലയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവും സംഘടിപ്പിച്ചത്. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT സൈനുൽ ആബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 2009 ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ അലിഫിന്റെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. അലിഫ് അറബിക് ക്ലബ് എന്ന നാമകരണം ചെയ്തുകൊണ്ട് അറബിക് ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ഫോഴ്സ് എന്നാണ് അലിഫ് എന്ന ആ 4 അക്ഷരത്തിന്റെ പൂർണ്ണരൂപമുള്ളത്. നമ്മുടെ കുട്ടികളെ വിജ്ഞാനത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇത്തരമൊരു കൂടിച്ചേരൽ കൊണ്ട്, ഇത്തരമൊരു പ്രവർത്തനം കൊണ്ട് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ലക്ഷ്യമിടുന്നത്. കരീം മുട്ടുപാറ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് കൺവീനർ B സൈനബ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് അനുസ്മരണ ഭാഷണം നടത്തി. MP ഷിഹാബ്, ഹക്കീം മണ്ണൂർ, ഡോക്ടർ N സലീന, T സൈദാലി, KA അബ്ദുറബ്, K ഫൈസൽ, VA റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം TA നാസർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന മണ്ണൂർ സ്വദേശിനി ബേബി ഷക്കീലയ്ക്കായി സഹായഹസ്തവുമായി കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും. ക്ലബിന്റെ 20ഓളം പ്രവർത്തകരാണ് പഞ്ചായത്തിലുടനീളം വിവിധ വീടുകളിലെത്തി ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നത്. ബേബി ഷക്കീലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയ ചെലവുകൾക്കായി 40 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നാടെങ്ങും കൈകോർക്കുന്നതിന്റെ ഭാഗമായാണ് കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഇതിന്റെ ഭാഗമായത്. മണ്ണൂർ പഞ്ചായത്തിലെ ബേബി ഷക്കീല പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ലിവർ പ്ലാന്റേഷന്റെ ഭാഗമായിട്ട് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ
പ്രിയപ്പെട്ട കൂട്ടുകാരും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് 1 രൂപയാണെങ്കിൽ 1 രൂപ നിങ്ങളെ ആ സഹോദരിക്ക് വേണ്ടി സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടക്കുന്ന് ക്രേസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ബേബി ഷക്കീലയ്ക്ക് വേണ്ടിയുള്ള പ്രചരണം സജീവമാണ്. 5-ാം വാർഡ് കോഴിക്കോട് പ്രദേശത്തുള്ള ബേബി ഷക്കീല എന്നൊരു യുവതിക്ക് ഒരു സ്ത്രീക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി കരൾ രോഗം ബാധിച്ചുകൊണ്ട് അവർ വലിയ അവസ്ഥയിലാണുള്ളത്. മണ്ണൂർ പഞ്ചായത്ത് ഒന്നടങ്കം അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന ഞങ്ങൾ കൊട്ടക്കുന്ന് പ്രവർത്തിക്കുന്ന ക്ലബ്ബും ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രദേശത്ത് കൂടെ ഇറങ്ങി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ലയൺസ് ക്ലബ്ബ്, അഹല്യ, ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ലയൺസ് ക്ലബ്ബ്, പാലക്കാട് അഹല്യ ഐ ഫൗണ്ടേഷൻ, ഓങ്ങല്ലൂർ നിർണയ ലാബ്, ഓങ്ങല്ലൂർ പ്രവാസി സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ ഓങ്ങല്ലൂരിലെ മൂലൂർക്കര LP സ്കൂളായിരുന്നു ക്യാമ്പ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണ രീതി ആണ് ഒരു 90% വരെ ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ ആവശ്യത്തിന് പ്രോട്ടീനും ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു. ആവശ്യമായ പ്രോട്ടീനായാലും മറ്റു കാര്യങ്ങളാണ് നമ്മൾ കഴിച്ചിരുന്നുള്ളൂ. എങ്കിൽ ഇന്ന് ഈ ഫാസ്റ്റ് ഫുഡ് രീതിയിലേക്കും, അതായത് ചടങ്ങിൽ മെമ്പർ ദിവ്യ അധ്യക്ഷയായി. ഡോക്ടർ K വേണുഗോപാൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഷൊർണൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാധാ വേണുഗോപാൽ, സെക്രട്ടറി സൗമ്യ ഷിനു, ട്രഷറർ V രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ പ്രമേഹ രോഗ നിർണയവും ചികിത്സയും ജനറൽ മെഡിക്കൽ ക്യാമ്പും പ്രമേഹ രോഗ ബോധവൽക്കരണ ക്ലാസുമാണ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തിസാന്ദ്രം. രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ചിത്രഭാനു നമ്പൂതിരിയുടെയും മേൽശാന്തി തൊടിച്ചിൽ രാജേന്ദ്രന്റെയും കാർമ്മികത്വത്തിൽ രാവിലെ 8:30-ക്കാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ട് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി നമ്പിയത്ത് രാധാകൃഷ്ണൻ, ട്രഷറർ രാജൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ക്ഷേത്രത്തിൽ ഭഗവത് സേവ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ നടന്നു. രാവിലെ ഗണപതി ഹോമവും വിശേഷാൽ പൂജകൾ എന്നിവയും രാമായണ പാരായണവും ഉണ്ടായി. വെള്ളിനേഴി നാരായണൻ പ്രഭാഷണം നടത്തി. ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് K പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി C കൃഷ്ണദാസ്, ട്രഷറർ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവുങ്കൽ ഭവാനിയും കുടുംബവുമാണ് ചടങ്ങിന്റെ പ്രയോജകർ. കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ഔഷധക്കഞ്ഞി വിതരണം. ഔഷധക്കഞ്ഞി വിതരണം PNNM ഡയറക്ടർ സന്ധ്യ മന്നത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, കർക്കിടക മാസം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് പറ്റിയൊരു മാസമാണ് സത്യത്തിൽ. പണ്ടത്തെ മലയാളികളുടെ പോലെയൊന്നും അല്ല നമ്മൾ ഒരുപാട് കാലം മാറിയപ്പോൾ നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പണ്ടൊരു കാലത്ത് കർക്കിടകം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം, ഇടമുറിയാതെയുള്ള മഴ. ആ മഴയത്ത് കാർഷിക അഭിവൃദ്ധി അല്ലെങ്കിൽ കാർഷിക കാര്യങ്ങളിൽ മാത്രം കൃഷിയെ ആസ്പദമാക്കി ജീവിച്ചിരുന്ന മലയാളിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ക്ഷേത്രം പ്രസിഡന്റ് മനവഴി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മേൽശാന്തി ശ്രീലാൽ നമ്പൂതിരി, ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് NP കൃഷ്ണകുമാർ, മാതൃസമിതി ഭാരവാഹി ഉള്ളാട്ടിൽ നാരായണിക്കുട്ടി, സമാജം പ്രതിനിധി പ്രസാദ് ആറാണി തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രം സെക്രട്ടറി സുരേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സുഹൈലിന് മണ്ണൂർ പഞ്ചായത്തിന്റെ ആദരം. മണ്ണൂർ പഞ്ചായത്തിന്റെ ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത
പത്തിരിപ്പാലയിലെ സുഹൈലിന്റെ വീട്ടിലെത്തി കൈമാറി. മലബാർ സിമന്റ്സ് കമ്പനിയിലെ ചുണ്ണാമ്പുകല്ല് ഖനിയുടെ മാതൃക നിർമ്മിച്ചാണ് മണ്ണൂർ സ്വദേശിയായ സുഹൈൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. അനുമോദന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വാർഡംഗം എ ഷിഹാബ് സംസാരിച്ചു. കുറച്ച് ദിവസങ്ങളായി എന്തായാലും ഇതുപോലെയുള്ളൊരു അവാർഡ് കിട്ടിയിട്ട്, പക്ഷെ നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അതിനെ കുറിച്ച് വൈകിപ്പോയി. കുറേ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് കിട്ടിയ സമയത്ത് ഫേസ്ബുക്കിലൊക്കെ കുറച്ച് കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും കുറേ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇത് അയച്ചു കൊടുക്കുകയും അതിന് ഇടനേടാനായിട്ട് സുഹൃത്തിന് സാധിക്കുകയും ചെയ്യുന്നത്. ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്പുള്ളി പെരുവല പുതിരി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. അനുമോദന സദസ്സ് പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പറയാനുള്ളത് നമുക്ക് വിദ്യാർത്ഥികളെ കൊണ്ട് പറയാനുള്ളത് നമുക്ക് അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഓരോ വിദ്യാർത്ഥികളും എല്ലാവർക്കും +1-ലും +2-ലും അതുപോലെ SSLC-യിലായാലും ഫുൾ A+ നമുക്ക് ലഭിക്കുകയില്ല. എങ്കിലും നമ്മൾ ഇവിടെ ഓരോ കുട്ടികളെയും +2-ലും SSLC-ക്കും ഫുള്ള് മാർക്ക് വാങ്ങിച്ചവരെ മാത്രമല്ല മറ്റു കുട്ടികളെയും കൂടി ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ്. അനുമോദന ചടങ്ങിൽ പൂതിരി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസിദാസ് അധ്യക്ഷനായി. VS നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല, ക്ഷേത്രം ട്രസ്റ്റ് വൈസ് ചെയർമാൻ KP രവിശങ്കർ, ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി KU അച്യുതൻ നായർ, സുശീല ടീച്ചർ, ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് VK ഗംഗാധരൻ, അസിസ്റ്റന്റ് മാനേജിംഗ് ട്രസ്റ്റി VS ഗംഗാധരൻ, ക്ഷേത്രം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി KU ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി TS ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിനോദ് നന്ദി അറിയിച്ചു. വിദ്യാർത്ഥിനികളായ അതുല്യ, ശ്രീവിദ്യ എന്നിവർ പ്രാർത്ഥന നടത്തി. ചടങ്ങിൽ എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ K ശശികുമാർ ലഹരിയുടെ വിപത്തുകൾ എന്ന വിഷയത്തിൽ ക്ലാസ് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രിന്റിംഗ് പ്രസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് K രാധാകൃഷ്ണൻ MP. ആധുനിക കാലത്ത് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പ്രത്യേക സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നും MP. പാലക്കാട് ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് കെട്ടിടം നവീകരിച്ചു. ഇടതുപക്ഷത്തിനെതിരായ വലതുപക്ഷ കടന്നാക്രമണത്തെ CPM നേരിടുമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. ജയപരാജയങ്ങൾ സമചിത്തതയോടെ നേരിടുന്ന ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിച്ച് തിരിച്ചുവരും. പട്ടാമ്പിയിൽ N ഉണ്ണികൃഷ്ണൻ അനുസ്മരണം. പാലക്കാട്ടും തൊഴിലാളികൾ N ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ചു. കോങ്ങാട് പഞ്ചായത്തിൽ വികസനമുരടിപ്പെന്ന് കോൺഗ്രസ്. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഏകദിന ഉപവാസവും. തൃശൂർ പുതുക്കാട് മേഖലയിൽ മിന്നൽ ചുഴലി. മരങ്ങൾ കടപുഴകി വീണ 4 വീടുകൾ തകർന്നു. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത് പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിൽ. ഒറ്റപ്പാലത്തെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ സാന്ത്വന സഹായ വിതരണവും സാന്ത്വന കൂട്ടായ്മയും. അന്തരിച്ച കളർ ഹട്ട് ഉടമ അജയകുമാറിന്റെ കുടുംബത്തിന് സാന്ത്വന സഹായം കൈമാറി. ഷൊർണൂരിൽ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ. പാലക്കാട്ട് ബുദ്ധിപരിമിതരുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാർ ജില്ലാ വാർഷിക പൊതുയോഗവും സെമിനാറും. അർജുനു വേണ്ടി പ്രാർത്ഥനയോടെ നാട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പൊരിവെയിലിൽ മുട്ടിലിരുന്ന് സമരവുമായി ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സമരം തൃശൂർ കോർപ്പറേഷന് മുന്നിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.